വിദേശ പഠനം അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള മൈഗ്രേഷൻ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? ഇപ്പോൾ നമുക്കറിയാം ഇപ്പം ലൗഡർ ദാൻ എവർ എപ്പോഴും പറയുന്നതിനേക്കാളും അധികമായി സ്റ്റഡി അബ്രോഡിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളൊക്കെ സ്റ്റുഡൻസൊക്കെ പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. അത് പല രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ വളരെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു, സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു. ഇതിലൊക്കെ അപ്പുറം ഇവരെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ പറയാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏകാന്തത, ഡിപ്രഷൻ, അല്ലെങ്കിൽ ഈ ഒരു ടഫ് ജേർണിയുടെ ഒരു വശം, പാർട്ട് ടൈം ജോബ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്, ശരിക്കും എന്താണ് എന്ന് പറയാം. അതായത് ഈ ജോലി കണ്ടെത്തുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ വിദേശത്ത് പോയി സെറ്റിൽ ആവുക, തുടക്കത്തിലെ ആ അഡ്ജസ്റ്റ് ആവുക തുടങ്ങിയ കാര്യങ്ങൾ ടഫാണ്, എളുപ്പമുള്ള ഒരു പ്രക്രിയ അല്ല. ഒന്നാമതായിട്ട് പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ജോബല്ലേ നിസ്സാരം, വളരെ എളുപ്പത്തിൽ കിട്ടും എന്നാണ് പലരുടെയും വിചാരം. കാരണം നമ്മൾ നല്ല സ്കൂളുകളിൽ പഠിച്ചു, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു, അല്ലെ CBSE സ്കൂളിൽ പഠിക്കുന്നു. അതിനുശേഷം ചിലപ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, 1-2 വർഷം വർക്ക് എക്സ്പീരിയൻസിലൊക്കെ ശേഷം ഓസ്ട്രേലിയ വന്ന് റെസ്റ്റോറൻറ്റിൽ, അല്ലെ വിദേശത്ത് എവിടെയും ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാനായിട്ട്, ഒരു വെയിറ്ററായിട്ടോ ഒരു കിച്ചൺ ഹാൻഡായിട്ടോ ജോലി ചെയ്യാനുള്ള പാർട്ട് ടൈം ജോബ് കണ്ടെത്തുക വളരെ എളുപ്പമല്ലേ, എനിക്കിതൊക്കെ നിസ്സാരം എന്ന് വിചാരിക്കുകയാണ് നമ്മളെല്ലാവരും ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ. ലാൻഡ് ചെയ്ത് ഒരു റിയൽ ടൈം റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ വർക്ക് അവർക്ക് അത്ര ഹാപ്പി ആയിരിക്കുകയില്ല എന്നുള്ളത്. അപ്പോൾ അതിന് കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് എന്ന്. പക്ഷേ അവരുടെ സ്പീഡ് നോക്കുമ്പോൾ നമുക്ക് സ്പീഡ് കുറവാണെന്ന് അവർക്ക് തോന്നുന്നത് സ്വാഭാവികം. കാരണം നമ്മൾ അങ്ങനെ മേലനങ്ങി പണിയെടുത്ത് പരിചയമുള്ളവരൊന്നും വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് വളരെ കുറവാണ്. ടു ബി ഓണസ്റ്റ്, നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന സാഹചര്യവും നമുക്കങ്ങനെ ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കുറവാണ്. അല്ലെങ്കിൽ വീട്ടിൽ ഇച്ചിരി കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു പോസിബിലിറ്റി വരുന്നത്. കഷ്ടപ്പാടുള്ള വീട്ടിലെ കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നത് കുറവാണ്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മാത്രമല്ല, മൈഗ്രേഷനിലാണെങ്കിൽ PR കിട്ടിപ്പോകുന്നവർ പോലും ആദ്യം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയൊന്നും കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ എൻ്റെ സ്റ്റോറിയും വ്യത്യസ്തമൊന്നുമല്ല. അപ്പോൾ ഇത് എല്ലാ കുട്ടികളും നമ്മൾ കാണുന്ന സ്ഥിരം പറയുന്ന കഥയാണ്. അപ്പോൾ ഈ ഇത് ഓട്ടപ്പാച്ചിലിനിടയിൽ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. ഈ ജോലി ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര സാലറി കിട്ടുന്നില്ല. അപ്പോൾ അതിലാരും നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് എല്ലാവരുടെയും സ്റ്റോറി സെയിം ആണ്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ കൂട്ടിമുട്ടിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ശകല സമയം എടുക്കും. എന്തായാലും ഫിനാൻസ് മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കയ്യിലെ വരവനുസരിച്ച് ചിലവ് ചെയ്യാൻ പഠിക്കണം, വരവും ചിലവും അല്ലേ? അപ്പോൾ ആ ഡെയിലി ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് പഠിക്കാമെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു വലിയ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ ജോലിയിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഇനി സ്റ്റുഡൻസിന് കിട്ടുന്ന പാർട്ട് ടൈം ജോബിനെ പറ്റി പറയാം. കൂടുതൽ പേർക്കും ഹാർഡ് ഫിസിക്കൽ ലേബർ ഇൻവോൾവ് ആയിട്ടുള്ള ജോബുകളായിരിക്കും കിട്ടുന്നത്. വെയർ ഹൗസിലോ, റെസ്റ്റോറൻറ്റിലോ, ഏജ് കെയറിലോ, കെയർ ഹോമിലോ, ഡിസബിലിറ്റി ഹോംസിലോ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ പേർക്കും ജോലി കിട്ടുന്നത്. അപ്പോൾ ഈ ജോലിക്ക് നല്ല മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ലേബർ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇമോഷണലി ഡ്രെയിൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഫിസിക്കലി ടയേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും അണ്ടർഗോ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവർ മാത്രമല്ല, ഇപ്പോൾ ഉള്ളവർ മാത്രമല്ല, ഇതിനു മുന്നേ ആയിരക്കണക്കിന് കുട്ടികൾ ഇതേ പ്രോസസ്സിലൂടെയാണ്, ഞാൻ അടങ്ങുന്ന ആ ഒരു സ്റ്റുഡൻറ്റ് ഗണം എല്ലാവരും ഈ ഒരു പ്രോസസ്സിൽ കൂടെ അണ്ടർഗോ ചെയ്ത് തെളിഞ്ഞു വന്നവരാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുക. കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റിൽ കൂടി പോയി കഴിയുമ്പോൾ അതിനുശേഷം നമുക്കൊരു ഓഫീസ് ജോബോ, ഒരു എഞ്ചിനീയറിംഗ് ജോബോ, ഒരു പ്രൊഫഷണൽ ജോബ് സെറ്റിങ്ങിലുള്ള എന്ത് ജോബ് കിട്ടിയാലും നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കാണുക. ഇത് ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഫേസ് അല്ല. നമ്മൾ ചിലപ്പം അണിഞ്ഞൊരുങ്ങി നമുക്ക് നടക്കാൻ പറ്റുന്നൊരു പീരീഡ് അല്ല ഈ സ്റ്റുഡൻറ്റ് ലൈഫ്, അല്ലെങ്കിൽ മൈഗ്രേഷൻ്റെ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്, ഹോല വേൾഡിനെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസികൾ ശ്രമിക്കാം ഒരു പരിധി വരെ. പക്ഷേ അങ്ങനെയുള്ള ആ ശ്രമത്തിലൂടെ, ആ കോച്ചിങ്ങിലൂടെ മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. ജോലി കിട്ടണമെങ്കിൽ സ്റ്റിൽ യു വിൽ ഹാവ് ടു ഷോ അപ്പ്. നമുക്ക് ഇൻ്റർവ്യൂസിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യാം, അതിനൊരു ട്രെയിനിങ് തരാം, ഒക്കെ ചെയ്താലും അവിടെ ഇൻ്റർവ്യൂവിൽ പ്രസൻ്റ് ആവുകയും അതിനായിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും റെസ്യൂമെ ഡ്രോപ്പ് ചെയ്യാനും ആ ഒരു മെൻറ്റാലിറ്റിയും മനസാന്നിധ്യവും ഒക്കെ കാണിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കിട്ടും. കാരണം ആയിരക്കണക്കിന് കുട്ടികൾ നിങ്ങളെപ്പോലെയുള്ളവർ ഇതിനു മുന്നേ വന്ന് ജോലി കണ്ടെത്തി ഈ ജോലിയിലൂടെയൊക്കെ കടന്നുപോയി പഠിച്ച് തീർത്ത് നല്ല പ്രൊഫഷണൽ സെറ്റിങ്ങിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇതൊക്കെ ഒരു പേസ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കി വളരെ പോസിറ്റീവായിട്ട് കണ്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
റേസിസം സത്യമോ മിഥ്യയോ? അപ്പോൾ റേസിസം എന്ന് പറയുന്നത് ശരിക്കും വെൻ കമ്പയർഡ് ടു ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ കുറവാണ് എന്ന് ഞാൻ പറയാം. ഇനി റേസിസം അനുഭവപ്പെടുന്നത് കൂടുതലും വിദ്യാഭ്യാസം കുറവുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുമ്പോഴാണ്. അതാണ് അതിൻ്റെ സത്യം. ഇപ്പോൾ നമുക്ക് ശോശയുടെ സ്റ്റോറി അറിയാം, ഇപ്പോൾ ഈയിടെ സോഷ്യൽ മീഡിയ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഫിസിക്കലി ഇമോഷണലി ഒക്കെ ഡ്രെയിൻഡ് ആവുന്ന കുട്ടികളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത് ഒരുപാട് ഉള്ള ഒരു കേസല്ല. നിങ്ങൾ മേജർ സിറ്റികളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഒരിക്കലും നിങ്ങൾക്ക് നേരിടാൻ സാധ്യതയില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ റീജിയണൽ സൈഡിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ നല്ല എൻവയോൺമെൻറ്റിലുള്ള ഒരു വർക്ക് പ്ലേസ് അല്ല എങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ കൂടുതലും പ്രായമുള്ളവർക്കും വിദ്യാഭ്യാസം കുറവുള്ളവരുമാണ് ഈ റേസിസം നേച്ചർ കൂടുതൽ കാണിക്കുന്നത്. ഇപ്പോൾ ലോകം വളരെ വിശാലമാണെന്നും വളരെ കോമ്പറ്റീറ്റീവ് ആണെന്നും കഴിവുള്ളവനെ എവിടെ ചെന്നാലും അംഗീകരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ റേസിസം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ റെയറായിട്ടുള്ളൊരു സംഭവമാണ്, അത് കോമൺ ആയിട്ടുള്ളൊരു സംഭവമല്ല. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ലോസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതലും അറിഞ്ഞിരിക്കുക, സ്റ്റേ അവെയർ ആൻഡ് സ്പീക്ക് അപ്പ് ഇഫ് നീഡഡ്. ടൂ മച്ച് എക്സ്പെക്റ്റേഷൻ നമ്മുടെ മാനസികാവസ്ഥയെ തകർക്കാം. അതായത് നമ്മൾ വന്നിറങ്ങുമ്പം തന്നെ ടു സൂൺ നമ്മൾക്ക് നല്ല ജോലി കിട്ടും, നന്നായി പഠിക്കാൻ പറ്റും എന്നുള്ള ഓവർ എക്സ്പെക്റ്റേഷൻ പലപ്പോഴും കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഗ്രോസറി ഷോപ്പ് ചെയ്യുന്നതും നമ്മുടെ ജീവിതം മാനേജ് ചെയ്യുന്നതും റെൻ്റ് അടയ്ക്കുന്നതും പാർട്ട് ടൈം ജോബിന് പോകുന്നതും യൂണിവേഴ്സിറ്റി അസൈൻമെൻറ്റുകൾ സമയത്തിന് സബ്മിറ്റ് ചെയ്യുന്നതും ഈ ബില്ലുകൾ കറക്റ്റായി അടച്ചു പോകുന്നതും ഇതെല്ലാം ആദ്യം വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും, എല്ലാം കൺട്രോളിൽ എത്തിക്കാനായിട്ട് പാടാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു സ്റ്റോറിയല്ല, എല്ലാ കുട്ടികളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില. അപ്പോൾ ഇത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സ്ട്രെങ്ത് കിട്ടാനും ഡിസിപ്ലിനും കറേജും എല്ലാം ഗെയിൻ ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സ്റ്റഡി അബ്രോഡ് ചെയ്ത് ജീവിത വിജയം കൈവരിച്ചവർക്ക് വേണ്ടി ഒരു കുറിപ്പ്. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വിദേശത്ത് സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്റ്റോറി ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത് ബാക്കിയുള്ളവരുടെ മൊറാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സാധാരണ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നൊരു കാഴ്ച, ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നവർ അവരുടെ പരാജയങ്ങളെപ്പറ്റി എപ്പോഴും പറയുന്നത് നമുക്ക് കാണാറുണ്ട്. ജയിച്ചവർ അവരെ ജയിച്ച സ്റ്റോറി എന്താണെന്ന് ഷെയർ ചെയ്യാൻ മടിക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് പറഞ്ഞ് വേറൊരാളുടെ അട്രാക്ഷൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ കൂടുതലും സംസാരിക്കുന്നത് പരാജയപ്പെട്ടവരോ അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടേണ്ടിടത്ത് എത്തിപ്പെടാൻ പറ്റാത്തവരുടെ നിരാശയാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്. പക്ഷേ ജയിച്ച ഒരുപാട് പേരുണ്ട്. അവർ സ്റ്റോറികൾ ഷെയർ ചെയ്യപ്പെടണം, ഷെയർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം എന്നുകൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവിത വിജയം കൈവരിച്ചവർ തീർച്ചയായും ഈ സ്ട്രഗിൾ ചെയ്യുന്നവരെ കാണുമ്പോൾ കളിയാക്കുകയോ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ബി ദ പേഴ്സൺ ഹൂ യു വാണ്ടഡ് ടു ബി വെൻ യു വെയർ ഇൻ ദ സ്ട്രഗ്ലിംഗ് സ്പേസ്. അതാണ് പറയാനുള്ളത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾക്ക് എങ്ങനെയുള്ള ആളുകളെ ആയിരുന്നു അന്ന് ആവശ്യം, അതുപോലെയുള്ള ഒരാളായി മാറാൻ ശ്രമിക്കുക. ഇനി സ്ട്രഗിൾ ചെയ്യുന്നവർക്കായിട്ടൊരു കുറിപ്പ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടുന്നുണ്ട്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ തിരിച്ചറിയുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളുണ്ടോ, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ടോ എങ്കിൽ അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. കൂടുതൽ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരെ അട്രാക്റ്റ് ചെയ്യുക, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യാൻ നോക്കാതെ നിങ്ങൾക്ക് അതിൽ എന്ത് മാറ്റം കൊണ്ടുവരാം, കൺട്രോളബിൾസിനെ ഓർത്ത് വറി ചെയ്യുക. MS ധോനി പറയുന്ന പോലെ എപ്പോഴും പുള്ളി ചിന്തിക്കുന്നത് ഇവിടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ആ കാര്യങ്ങളെപ്പറ്റി മാത്രം പുള്ളിക്ക് ടെൻഷനുള്ളൂ. ഇപ്പോൾ ഒരു കളി തോക്കും എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, 1-2 ബോളുണ്ട്, ആ ബോളുകൾ മാത്രമാണെങ്കിൽ ആ ബോൾ മാത്രമാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റാണ്. എപ്പോഴും നമുക്ക് വന്ന ബാഡ് ഫേറ്റിനെ പറ്റിയോ ബാഡ് ലക്കിനെ പറ്റിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോൽവികളുടെ ലക്ഷണമാണ്. അപ്പോൾ നിങ്ങളൊരു തോൽവിയാണോ വിജയമാണോ ആവേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അപ്പോൾ എപ്പോഴും അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിജയം സുനിശ്ചിതം. ഹോല വേൾഡ് നിങ്ങളുടെ ഒപ്പം കൂടെയുണ്ട്. ഈ ഒരു ജേർണിയിൽ എന്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. This is Jaswin signing out from Hola World YouTube channel.